ട്രേഡ് എടുത്ത ആളുകളൊക്കെ പ്രോഫിറ്റ് ആണോ അതുപോലെ ലോസ് ആണോ? ഒന്നും പറയുന്നില്ലല്ലോ. ഞാൻ പ്രോഫിറ്റിലാണ് സാറേ. ഞാൻ പ്രോഫിറ്റിലാണ്. ജിൻസ് അല്ലേ? എന്താ എടുത്തിരുന്നു? ബൈയോ സെല്ലോ എടുത്തിരുന്നു? ഞാൻ ഫസ്റ്റ് ഒരു സെല്ല് എടുത്തത്, അത് SL ഹിറ്റായി. രണ്ടാമതൊരു ബൈ എടുത്തായിരുന്നു, അത് കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് അല്ലേ? പേടിയൊക്കെ ഏകദേശം മനസ്സിലായി, കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ടല്ലേ? പേടിയൊക്കെ പോയിന്റ് തോന്നുന്നുണ്ടല്ലേ? പേടി ഉണ്ട് സാർ, ഇപ്പോഴും പേടിയുണ്ട്. പേടിയുണ്ടോ? ഒരു വിധത്തില് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ. അല്ല, ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെല്ല് എടുത്തു, ലോസ് വന്നു, പിന്നെ തിരിച്ച് പ്രോഫിറ്റ്, മോശമില്ലാത്ത പ്രോഫിറ്റ് കിട്ടി എന്ന് പറഞ്ഞപ്പോഴാണ് ചോദിച്ചത്. കാരണം യൂഷ്വലി അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ, 2-3 തവണ ഡെയിലി സംഭവിക്കുന്നുണ്ടല്ലോ അല്ലേ? ഒരെണ്ണം ലോസിൽ വരുന്നുണ്ട്, പിന്നെ അത് തിരിച്ച് പ്രോഫിറ്റിലേക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് പേടിയുള്ള ആളുകളാണെങ്കിൽ കൊണ്ടേ കളയുള്ളൂ ഒക്കെ. ഒരെണ്ണം ലോസ് വന്നു കഴിഞ്ഞാൽ മുഴുവൻ ലോസ് ആയിരിക്കും. അപ്പോൾ അത് ഞാൻ ചോദിച്ചു, പേടിയൊക്കെ പോയോ എന്നുള്ളത്. പേടി അത് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല, രണ്ടാമത്തെയും പ്രോഫിറ്റിലാവുന്നുള്ളത് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അല്ല, ഇപ്പൊ എന്താ വെച്ചാൽ ഇന്ന് കാലത്ത് ഒരു കച്ചറ, ഒരു അലമ്പ് മാർക്കറ്റായിരുന്നു കാലത്ത്. നമുക്കിപ്പോ ഒരു കൺഫർമേഷൻ ഇല്ലാത്ത പോലെയാ, ഒരു മുകളിലോട്ടാണോ അതോ താഴോട്ടാണോ. ഇത് വന്നു കഴിഞ്ഞപ്പോ ഇത് ബ്രേക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായില്ല ഇവിടേക്കൊക്കെ എത്തുന്നുള്ളൂ. ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഈ ഒരു റേഞ്ചിൽ വിട്ട് ഞാൻ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഈ റേഞ്ച് വിട്ട് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ബ്രേക്ക് ചെയ്ത് താഴെ വന്ന് ഇപ്പം മുകളിലേക്ക് പോകണം. ഇനിയിത് ഇപ്പോഴത്തെ ഉണ്ട്, അത്യാവശ്യം ഇതൊക്കെ ഉണ്ട്, കണ്ടില്ലേ? അത്യാവശ്യം ഒരു റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്, ഈ ഏരിയയും കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഉദ്ദേശം എന്നുള്ള, മാർക്കറ്റിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ള എപ്പോഴും പെടുത്തുന്നില്ല. ഇപ്പോൾ ഡൗണിക്ക് ഷിഫ്റ്റ് വന്നിട്ട്, അതൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഡയഗ്രാമിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. കണ്ടോ ഡയഗ്രാമിൽ നമുക്ക് ഇവിടെ കണ്ടോ, ഈ ഒരു സപ്പോർട്ടിൽ വന്നിട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ ഡയഗ്രാമിൽ പോകുന്നത്. നമ്മൾ കുറച്ചൊരു ചെറിയൊരു ഇംബാലൻസ് ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞ് സപ്പോർട്ടിൽ എടുത്തിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. ഇപ്പൊ നല്ലൊരു ഇത് തന്നിട്ടുണ്ട്. എന്താണ്, നല്ലൊരു റിജക്ഷൻ തന്നിട്ടുണ്ട്, ഒരു പിൻബാർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് കണ്ടിന്യൂഷൻ കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് പെട്ടെന്നൊരു പോക്ക് ഉണ്ടാവില്ല എന്നുള്ളത്. കാരണം ഇങ്ങനെ കളിച്ചിട്ടാ പോകുള്ളൂ എന്നുള്ളത്. ഓർക്കുന്നുണ്ടോ? മുകളിലേക്ക് കയറി പോകാൻ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ കളിച്ചിട്ടാണ് മുകളിലേക്ക് പോകുള്ളൂ. കാരണം ഈ ഇത്രയും വലിയ ഷാർപ്പ് വീഴ്ച വീണിട്ടുണ്ട്. ഈ റിക്കവറി അത്ര പോലെ ഷാർപ്പായിട്ട് റിക്കവറി ഉണ്ടാവില്ല, റിക്കവറി ചെറിയ രീതിയിലായിരിക്കും. ഇപ്പൊ നമുക്ക് നല്ലൊരു സൈൻ തന്നിട്ടുണ്ട് മാർക്കറ്റ്, എന്താണ്, മുകളിക്കാന്നുള്ളത് തന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ ഒരു ബ്ലാക്ക് ക്യാൻഡിൽ, ഇത്രയും സ്ട്രോങ് ആയിട്ട് ബ്ലാക്ക് ക്യാൻഡിൽ എടുക്കുന്നതുകൊണ്ട് ഇപ്പൊ നാളെ ചിലപ്പോൾ ഒരു കൺസൾട്ടേഷൻ നമുക്ക് എടുക്കണ്ടാവും, അല്ലെങ്കിൽ നാളെ ഒരു മൂവ്മെന്റ് വളരെ കുറവായി. ഇന്നത്തെ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല. ക്ലോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ താഴത്തേക്ക് തന്നെ വരികയാണെങ്കിൽ അതിന്റെ കണ്ടിന്യൂഷൻ താഴത്തേക്ക് കിട്ടും. ഐ മീൻ, ഒരു ബ്ലാക്ക് ക്യാൻഡിലാണ് അല്ലെങ്കിൽ ബെയറിഷ് ക്യാൻഡിലാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂഷൻ താഴത്തേക്ക് തന്നെ കിട്ടും. അപ്പോൾ ക്ലോസ് ചെയ്ത് മാത്രമേ പറയുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു പോസിറ്റീവ് സൈനാണ്. പോസിറ്റീവ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ സൈഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മാർക്കറ്റ് അപ്പ് മൂവ്മെന്റിന്റെ ഉള്ള രീതിയിലാണ് നിൽക്കുന്നത്. നല്ല രീതിയിൽ ഒന്ന് എന്തെടുത്തിട്ടുണ്ട്, സപ്പോർട്ട് എടുത്തിട്ടാണ് പോകുന്നത്. കറക്റ്റ് സപ്പോർട്ട് ഏരിയയിൽ എടുത്തിട്ട് മുഴുവൻ ഈ സർക്കിൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. താഴത്ത് വന്നിട്ടുള്ള ഇത് വന്നിട്ട് എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രോങ് ഒരു ഇത് കാണിക്കും മാർക്കറ്റ്, ബൈ സൈഡ് കാണിക്കും. പക്ഷേ ഈ ഒരു ബ്ലാക്ക് ക്യാൻഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നാളെ ഇത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവായിരിക്കും. ഒന്ന് താഴത്തേക്ക് വീണ്ടും വന്നിട്ട് മുകളിലേക്ക് പോകും. അപ്പോൾ നാളെ ഒരു കൺസൾട്ടേഷൻ ആയിരിക്കും മിക്കവാറും. നാളെ മിക്കവാറും കുറേ ആൾക്കാർ SL അടിക്കും, തിരിച്ചു മറിച്ചൊക്കെ അടിക്കും. അത് ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിനു ശേഷം നമുക്ക് പറയാം എന്താണ് അവസ്ഥ എന്നുള്ളത് പറയാം. ചിലപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിൽ നാളെ ചിലപ്പോൾ നിൽക്കാൻ സാധ്യതയുണ്ട്, ഈ ഒരു ഗ്യാപ്പിൽ തന്നെ നിൽക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് കഴിയട്ടെ, ഇന്ന് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാം. ഓക്കെ. ആക്ച്വലി ഞാൻ ഇന്നിപ്പോൾ ട്രേഡ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ലൈവ് വെക്കണമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലോ കൊണ്ട് പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ലൈവ് വെക്കാൻ ഉദ്ദേശിച്ചത്, അല്ല ലൈവ് വെച്ചത്. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം, ട്രേഡിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ചോദിക്കാം. ചോദിച്ചതിന് ശേഷം എന്തെങ്കിലും അതിനെപ്പറ്റി ആൻസർ കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ലൈവ് വെച്ചത്. ആർക്കെങ്കിലും ഉണ്ടോ ചോദിക്കാനോ പറയാനോ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ USD ഇന്നും ഉണ്ടായിരുന്നു. USD ഇന്ന് ന്യൂസ് ഉണ്ടല്ലോ. USD സ്ട്രോങ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ടല്ലോ. ന്യൂസ് അല്ല ഞാൻ ചോദിച്ചാൽ, മൊമെന്റം ഗോൾഡിനെ അപേക്ഷിച്ച് USD ഉണ്ടായിരുന്നു. USD ഗോൾഡിനെ അപേക്ഷിച്ച് USD ഉണ്ടായിരുന്നു അല്ലേ? USD ഇന്ന് ന്യൂസ് ഉണ്ടായിരുന്നു, 6 മണിക്ക് ന്യൂസ് ഉണ്ടായിരുന്നു. അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ഉണ്ടായിരുന്നു. അത് അൺഎംപ്ലോയ്മെന്റ് കൂടുതലാണ്, അപ്പോൾ അതിന്റെ ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ആ ഒരു മൂവ്മെന്റ് ആണ് ഇപ്പോൾ കാണുന്നത്. പിന്നെന്താ പറഞ്ഞ USD മൂവ്മെന്റ്
ചില മൂവ്മെന്റ് യൂറോ യു എസ് ടി ആണ് ഉദ്ദേശിച്ചിരുന്നത്. ഏത് ഉദ്ദേശിച്ചു? യു എസ് ടി എന്ന് പറയുമ്പോൾ ഫെയർ ആയിട്ടാണ് നമുക്ക് യൂറോ യു എസ് ടി ആണ് ഉദ്ദേശിച്ചത്. യൂറോ യു എസ് ടി അത്യാവശ്യം മൂവ്മെന്റ് ആവുന്നുണ്ട് അല്ലേ? ഒന്ന് വീണു, മോളിക്ക് കയറി പോന്നു. ഓക്കെ, യൂറോ യു എസ് ടിയിൽ നാളെ ഒരു മൂവ്മെന്റ് കാണാൻ സാധ്യത കാണുന്നുണ്ട്. ഇന്നത്തെ ക്ലോസിങ് നോക്കിയിട്ട് നമുക്ക് ഓക്കെ. വേറെ എന്താണ് ചോദിക്കാൻ? എന്താണ് വേറെ ആർക്കെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടോ? ഒന്നുമില്ല. നമ്മൾ പുതിയ ആൾക്കാർക്ക് ക്ലാസ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോബബ്ലി നാളെ മിക്കവാറും ഫസ്റ്റ് ഇനീഷ്യൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഇനീഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരിക്കും, പക്ഷേ ഇതിൽ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് തുടങ്ങുന്ന എവിടുന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ട്രേഡിംഗ് എന്നുള്ള പറഞ്ഞുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ട്രേഡിംഗ് പറഞ്ഞുകൊണ്ടാണ്. എന്താണ് ട്രേഡിംഗ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ചിലർക്കൊക്കെ കൂടെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും ട്രേഡിംഗ്, അതല്ലെങ്കിൽ വ്യാപാരം എന്താണെന്നൊക്കെ അറിയുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. അഡ്വാൻസ്ഡ് ഒന്നുമല്ല, അഡ്വാൻസ്ഡ് അല്ല, പിന്നെ മീഡിയം ലെവലിലുള്ളതൊന്നുമല്ല പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അറ്റൻഡ് ചെയ്യുക. പ്രത്യേകിച്ചും പുതിയ ആളുകൾ ഡെഫിനറ്റ്ലി അറ്റൻഡ് ചെയ്യുക. കേൾക്കുന്നുണ്ടോ? ഇവിടെ പുതിയ ആളുകൾ ഇരിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈശാഖ് പറയും. വിശാഖൻ പറയും. സാറേ ഞാൻ ഇന്നലെ മുതലാണ് ജോയിൻ ചെയ്തത്. ഇപ്പൊ ഗ്രൂപ്പിൽ അതിന്റെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, ജോയിൻ ചെയ്യണം. ഞാൻ അപ്ലൈ ചെയ്യണം? അല്ല, അപ്ലൈ അല്ല. ആക്ച്വലി നിങ്ങളിപ്പോൾ ഈ ഗ്രൂപ്പിലുണ്ടല്ലോ, ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും ഗ്രൂപ്പിൽ. നെക്സ്റ്റ് നമ്മുടെ ബാച്ചായിട്ട് ആദ്യ കാലങ്ങളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കാലത്ത് പിന്നെ നമ്മൾ ബാച്ച് മാറ്റിയിട്ട് ഇപ്പം റെക്കോർഡഡ് വീഡിയോസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് നമ്മൾ ഒരു ബാച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജൂൺ 15 മുതൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അന്നത്തെ സമയത്ത് 15 ജൂൺ 15 സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ച് എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളതും കൂടി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നാൽ മതി ക്ലാസ്സിന്റെ. പിന്നെ അതല്ല, നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങൾക്ക് വൈശാഖ് ഓൾറെഡി ട്രേഡ് ചെയ്തിരുന്ന ആളല്ലേ. അപ്പോൾ ട്രേഡ് ചെയ്തിരുന്ന ആളുകൾക്കുള്ള വീഡിയോസ് അവിടെ എടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ കണ്ടാൽ തന്നെ ഏകദേശം വൈശാഖിനാവും. പക്ഷെ ഒട്ടും അറിയാത്ത ആളുകളുണ്ട് ഇവിടെ. ഒട്ടും അറിയാത്ത ആളുകളുണ്ട്. എന്താണ് SL, എന്താണ് TP, എന്താണ് മറ്റേ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഒട്ടും അറിയാത്ത ആളുകളുണ്ട്. എന്താണ് പിപ്പ്, എന്താണ് കാര്യങ്ങളൊന്നും അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ്. പക്ഷെ വൈശാഖ് അത് അറ്റൻഡ് ചെയ്യേണ്ടത് നല്ലതാണ്. എന്ന് വെച്ചാൽ ഒരു റീഫ്രഷ്മെന്റ് ആണത്, അല്ലെങ്കിൽ റീഫ്രഷിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പുതിയ ആളുകളോട് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കയറിയിരിക്കുക. കാരണം ഒരു ലൈവ് ഇന്ററാക്ഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കും നന്നായിരിക്കും അതൊന്ന് കയറിയിരിക്കുക. പക്ഷെ അതിൻ്റെ ഒരു ബാക്ക് സൈഡും കൂടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതർ സൈഡ് ഞാൻ പറഞ്ഞാൽ ഇത് പ്യുവർലി ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്ന് തോന്നും. പക്ഷെ അറിയാവുന്ന കാര്യത്തിന് ഒന്ന് റീഫ്രഷ്മെന്റിന് അല്ലെങ്കിൽ റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നു മാത്രം. ഓക്കെ. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞല്ലോ, ഗ്രൂപ്പിൽ ഒട്ടും അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ അവരെ ബേസ് ചെയ്തിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് ആളുകൾക്ക് ചെയ്യാൻ. മിക്കവാറും നാളെ ഉണ്ടാവും. നാളെ ഒരു ടൈം നൈറ്റിലായിരിക്കും. ഇവിടുത്തെ ടൈം നൈറ്റിലായിരിക്കും. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈവനിങ് നൈറ്റ് തന്നെ ആയിരിക്കും. ടൈം അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ എപ്പോഴാണെന്നുള്ള ടൈം അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നാളെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിടാം. അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ അറ്റൻഡ് ചെയ്യും. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആളുകൾ ഇന്നിപ്പോൾ തീരില്ല. ഇല്ലാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മിക്ക ലോസ് വന്ന ആളുകളൊന്നും കയറില്ല. മിക്ക ആളുകളും ലോസ് വന്നിട്ടുണ്ടായിരിക്കും. അതോ ഇങ്ങനെ കയറാതിരിക്കുന്നു. ആണോ ജിയാസെ? അത് തന്നെയായിരിക്കോ? ട്രേഡ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അല്ലേ? അതായിരിക്കും. ട്രേഡ് ഇല്ലാത്തതിന്റെ ഒരു കാര്യം ഞാൻ പറയാം. ട്രേഡ് ഇല്ലാണ്ടാവുമ്പോഴാണ് ആളുകൾ കാരണം ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ട്രേഡ് എടുക്കാതെ കൈവറക്കിയുള്ള ആളുകൾ കൂടുതലാണ്. നല്ല ജിൻസ, ഇപ്പൊ ട്രേഡ് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ ജിൻസ? ട്രേഡ് എടുക്കാതെ ചെറുങ്ങനെ ഈ മദ്യപിച്ചിട്ട് അതിന് അടിച്ചയക്കുന്നുണ്ടല്ലോ കൈവർക്ക് രാവിലെ തന്നെ. അതൊരു $1 നഷ്ടം വന്നതിന് ഓക്കെ, സമാധാനം. നിങ്ങൾ ആരെങ്കിലും ആള് പറയും ജിൻസനല്ലേ?
ജിൻസ പറയും. അങ്ങനെ വിറക്കലൊന്നുമില്ല സാറേ. കാലത്ത് ഒരെണ്ണം എടുത്തു, പിന്നെ ഇപ്പൊ ഒരു മണിക്കൂർ മുന്നാണ് ട്രേഡ് ഇല്ലാതെ പോവാന്ന് പറയുമ്പോ ഭയങ്കര സങ്കടം തോന്നല്ലോ അല്ലേ? ഒരെണ്ണെങ്കിലും എടുക്കണം. അതുണ്ട്. അതന്നെ ഞാൻ പറഞ്ഞത്. മനസ്സിലായോ ജിയാസ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്താന്നുള്ളത്? അപ്പൊ ഇങ്ങനെ ഇല്ലാത്ത ദിവസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉള്ള ദിവസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്ത് നിൽക്കും, ഞാൻ ഇങ്ങനെ ഇടുന്നുണ്ടോ നോക്കും. ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ കുറച്ചു നേരം ഇങ്ങനെ ചിലപ്പോൾ വെയിറ്റ് ചെയ്ത് നിന്നുണ്ടാവും. ചില മിടുക്കന്മാർ ജിൻസ് പറഞ്ഞാൽ ചിലപ്പോൾ കാലത്തൊക്കെ എടുത്തിട്ടുണ്ടാവും. ചിലർ കുറച്ചു നേരം വെയിറ്റ് ചെയ്തത് ഇനിയിപ്പോൾ സിഗ്നലൊന്നും ഉണ്ടാവില്ല, ഇനിയിപ്പോൾ എൻ്റെ രീതിയിൽ ട്രേഡ് ചെയ്യാന്ന് വിചാരിക്കുന്ന ആളുകളാണ് കൂടുതൽ. സർഫ്രാസേ സത്യല്ലേ? സത്യം. ഞാൻ രാവിലെ എടുത്തതാണ്. രാവിലെ എടുത്തതാണ്. നമുക്ക് രാവിലെ ഒന്നും എടുക്കാണ്ട് സമാധാനം കിട്ടില്ല സാറേ. അതന്നെ സത്യം തന്നെ. രാവിലെ എടുക്കാണ്ട് ഒരു സമാധാനം കിട്ടില്ല. എന്താന്ന് അറിയില്ല, ഒരു ദിവസം ശനിയാഴ്ച മാത്രമേ ഒഴിവുള്ളൂ, ബാക്കി എല്ലാ ദിവസം ഏതെങ്കിലും ഒരു ട്രേഡ് എടുക്കണം. ശനിയാഴ്ച ഇപ്പൊ എന്തെങ്കിലും ട്രേഡ് എടുക്കാന്ന് ഇപ്പൊ നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം, BTCനെ കാര്യമായിട്ട് പിടിക്കാം. BTC അല്ല കേട്ടോ, ETH. ETH കഴിഞ്ഞ പ്രാവശ്യം നല്ല മൂവ്മെന്റ് വന്നു. ഞാൻ കഴിഞ്ഞ സൺഡേ ഈവനിങ്ങിലും കണ്ട് ശ്രദ്ധിച്ചിരുന്നു. ETH നല്ല മൂവ്മെന്റ് വന്നു. BTCനേക്കാളും നല്ല മൂവ്മെന്റ് ETH കാണുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചിരുന്നു, ETH നല്ല മൂവ്മെന്റ് വന്നു ETH കഴിഞ്ഞ സൺഡേ. അപ്പോൾ എന്ത് ഞാൻ ആലോചിക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. ക്രിപ്റ്റോയുടെ കാര്യം എന്തോ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഞാൻ ആലോചിച്ചു, BTC കൂടി നോക്കാമല്ലോ എന്നുള്ളത്. ഞാൻ BTS മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യാറ്, പറയാറ്, കോൺസെൻട്രേറ്റ് എന്നല്ല പറയാറ്. അപ്പോൾ BTS കൂടി നോക്കാമല്ലോ എന്ന് വെച്ചാൽ നോക്കിയ സമയത്ത് BTS നല്ല മൂവ്മെന്റ് കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിലേതെങ്കിലും ഇപ്പോൾ ഞായറോ ശനി ഏതെങ്കിലും നോക്കിയാൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. നല്ല ഇതാണ്, കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു ട്രെയിൻ എടുത്തുകൂടെ എന്നാലേ ഈ ശനിയാഴ്ച? നോക്കട്ടെ, ഞാൻ പറഞ്ഞല്ലേ നോക്കട്ടെ. നമ്മൾ അത് ചാടി കയറി എടുക്കണ്ട, നോക്കട്ടെ. BTS ആണെങ്കിൽ BTSന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കുറേ പോലെ ഇങ്ങനെ പാമ്പ് എടുക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കും, എന്നിട്ട് തല പൊന്തിക്കലാണ്, എന്നിട്ട് വീണ്ടും പാമ്പ് എടുക്കണോ അല്ലെങ്കിൽ അതൊക്കെ എടുക്കുകയുള്ളൂ. ഒരു കുറേ കൺസോളേഷൻ ഇങ്ങനെ കാണിക്കും, പിന്നെ ഒരു താഴ്ത്തിക്ക് മോളിക്ക് ഒരു പോക്കും, വീണ്ടും കുറേ കൺസോളേഷൻ കിടക്കും, വീണ്ടും താഴ്ത്തിക്ക് മോളിക്കും. അപ്പൊ ഇതുകൊണ്ട് SL ഇഷ്ടം പോലെ അടിക്കും. SL മാത്രമല്ല ശനി ഞായറും മൂവ്മെന്റ് കുറവായിരിക്കും. ശനി ഞായറും അതുകൊണ്ട് മൂവ്മെന്റ് കുറവായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇങ്ങനെ എപ്പോ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കേണ്ടി വരും. എപ്പോ ബ്രേക്ക് ആവും, ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ നല്ല കിട്ടല് കിട്ടും, നല്ല മൂവ്മെന്റ് ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും കിടക്കും, കുറേ ഇങ്ങനെ അഴിഞ്ഞു പോകും, വീണ്ടും കിടക്കും. അതാണ് ഇതിന്റെ BTSന്റെ പ്രത്യേകത. ഞാൻ ETH കഴിഞ്ഞ പ്രാവശ്യം നോക്കിയ ദിവസം കുഴപ്പമൊന്നും തോന്നിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് നോക്കണം, എനിക്കൊന്ന് വാച്ച് ചെയ്യണം. ഒരു 1 വീക്കെങ്കിലും വാച്ച് ചെയ്തതിനു ശേഷം നമുക്ക് ETH നോക്കിയാൽ മതി, എന്താണ് അതിൻ്റെ ഒരു നാച്ചുറൽ എന്താണ്. അപ്പോൾ ETH നോക്കാം ഒരു പ്ലാൻ ഉണ്ട്. ഞാനിപ്പോൾ ഓർമ്മിപ്പിച്ച് തന്നായി സർഫ്രാസ്, നോക്കണം. എന്തായാലും നോക്കിയില്ല, അന്നേ വിചാരിച്ചായിരുന്നു. അപ്പൊ അത് ക്രിപ്റ്റോയിലിപ്പം ബിറ്റ്കോയിനേക്കാളും കുറച്ചും കൂടി ഉയരുക ETH അങ്ങനെ എന്തോ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ കേട്ട സ്ഥലം എന്ന് പറഞ്ഞത് ഏതോ ന്യൂസ് ആണോ എന്താണെന്ന് എനിക്കറിയില്ല. ഇലോൺ മസ്കിന്റെ ടെസ്ല അല്ലല്ല, ഏതോ ഒരു കോയിൻ ഉണ്ടോ? ഏത്? ഡോജി. എനിക്കറിയില്ല, എനിക്കറിയില്ല, ഞാൻ നോക്കാത്ത കോയിനാണ്, അപ്പൊ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ക്രിപ്റ്റോ ഞാൻ കാര്യമായിട്ട് അങ്ങോട്ട് നോക്കാത്ത സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടോ, മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്കറിയില്ല, ക്രിപ്റ്റോയുടെ എല്ലാ കോയിൻസിനെ കുറിച്ചിട്ടും എനിക്കറിയില്ല. വളരെ ഫേമസ് ആയ കോയിൻസിനെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതും നോക്കാം നമുക്ക്. ക്രിപ്റ്റോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഓയിൽ നോക്കണം എന്നുണ്ട്. പക്ഷെ ഓയിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും ഭയങ്കരമായിട്ട് സംഭവിക്കും. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്നല്ല, ഓയിൽ ഭയങ്കര വോളറ്റൈലാണ്. വോളറ്റൈൽ ആവുന്ന സമയത്ത് ഈ ഇതിന്റെ പോലെ തന്നെ, ഗോൾഡിന്റെ പോലെ തന്നെ ചെറിയൊരു മൂവ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് നന്നായിട്ട് അടിച്ചു പോകും. ജിയാസ് അതിൽ ഓയിൽ ചെയ്തിരുന്ന ആളല്ലേ? ജിയാസ് എപ്പോഴും ചെയ്യുന്നുണ്ടോ, ഓയിൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ എടുക്കല്ലേ അല്ലേ? അതിൽ കിട്ടുമ്പോൾ നല്ല പ്രോഫിറ്റ് കിട്ടും, നല്ല മൂവ്മെന്റ് കിട്ടും. പക്ഷെ ഈ പ്രശ്നം ഇതാണ്, കാരണം അത് സ്റ്റോപ്പ് ലോസ് അടിക്കാനും അടിച്ചു കഴിഞ്ഞാൽ ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ച് നമ്മൾ ഇതിൽ ഗോൾഡിൽ വെക്കുന്ന സ്റ്റോപ്പ് ലോസ് തന്നെ അതിൽ ചെറുതാവും. അപ്പോൾ അത് ഓയിലിന് അതാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഓയിലിന്. അപ്പോൾ ഓയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു $1000 ഉള്ള ആളുകളൊക്കെ വെച്ച് മാത്രമേ ഇങ്ങനെ കളിക്കാൻ പറ്റുള്ളൂ ഓയിൽ. പിന്നെ അത് മാത്രമല്ല, ഓയിൽ വാങ്ങിക്കണമെങ്കിൽ കൂടുതൽ ഇത് വേണം, മാർജിൻ കൂടുതൽ വേണം ഓയിലിന്. ബാക്കിയുള്ള ഗോൾഡിന്റെ പോലെയല്ല. ഗോൾഡിന് അത്യാവശ്യം വേണം, കറൻസി ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഗോൾഡിന് ഇത്തിരി കൂടി കൂടുതൽ വേണം. പക്ഷെ ഓയില് പറഞ്ഞ പോലെ ഓയിലിന് ഇത്തിരി കൂടി കൂടുതൽ ഇത് വേണം, മാർജിൻ വേണം.
അപ്പോൾ ഇതിങ്ങനെ നോക്കണം എന്നുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രഷേഴ്സ് ക്ലാസ്സിന് മിക്കവാറും നാളെ ഉണ്ടാവും. ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ടൈം ഞാൻ നാളെ ഒരു ഉച്ചയ്ക്ക് ശേഷം അപ്ഡേറ്റ് ചെയ്യാം. ഇത് ഉച്ചയ്ക്കാവില്ല, ഈവനിങ്ങിന് തന്നെയാവും, രാത്രി തന്നെയാവും. എപ്പോഴാണ് ടൈം എന്നുള്ള അപ്ഡേറ്റ് ചെയ്യാം. അതിനുള്ള പ്ലാൻ ഉണ്ട്. പിന്നെ ശനിയാഴ്ച അനാലിസിസ് ഉണ്ടാവും, വീക്ക്ലി അനാലിസിസ് ഉണ്ടാവും. അപ്പോൾ വീക്ക്ലി അനാലിസിസിന്റെ സമയത്ത് ഈ ശനിയാഴ്ച ഒരു സബ്ജക്റ്റ് വേണ്ടേ? എന്താണ് ഈ ശനിയാഴ്ച സബ്ജക്റ്റ് വേണ്ടത് എന്ന് പറയും. സാറേ ഒരു കാര്യമുള്ളതേ, നമ്മളിപ്പോ ഗ്രൂപ്പിൽ കോൾ ഇടുമ്പോ ഒരു എൻട്രി പോയിന്റ് ഗ്രൂപ്പിൽ നമ്മൾ കോൾ ഇടുന്നുണ്ടല്ലോ, അപ്പോൾ അത് എൻട്രി ലെവലിലോട്ട് ഇപ്പോ വളരെ അകലെയായിരിക്കും ചില സമയത്ത് സാറ് കോൾ ഇടുന്ന സമയത്ത്. അത് കഴിഞ്ഞാൽ അത് ഒരു എൻട്രി ലെവലിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് ഒരു കൺഫർമേഷൻ എങ്ങനെ ഇനി അത് തിരിച്ച് മുകളിലോട്ട് തന്നെ ആയിരിക്കുന്ന ഒരു കൺഫർമേഷൻ എങ്ങനെ കിട്ടുന്നതിനെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നല്ലോ, കഴിഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുക്കുന്ന സമയത്ത് ജിൻസ് ഉണ്ടായിരുന്നു ക്ലാസ്സിൽ, പറഞ്ഞില്ലേ ഇതിന്റെ ക്ലിയർ ആയിട്ട്. അതുമേണ് നമ്മൾ സമയം കളഞ്ഞത് അല്ലെ? ഓർക്കുന്നുണ്ട്, ജിൻസ് ഉണ്ടായിരുന്നു അതിന്. നമുക്ക് എനിക്ക് അത്ര അങ്ങോട്ട് ക്ലിയർ ആയില്ല എന്നോ തോന്നണേ. ഗ്രൂപ്പിൽ എല്ലാവരും ചാടിക്കേറി എടുക്കുന്ന ഒരു രീതിയാണ് എനിക്കും തോന്നിയത്. ഞാൻ അങ്ങനെ പറഞ്ഞത് ഗ്രൂപ്പില് മിക്ക ആളുകളും ചാടിക്കേറി എടുക്കുന്ന രീതി തന്നെയാണ്. ഒന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യം പറയാം, ഞാൻ ഇടുന്ന എൻട്രികൾക്ക് എടുക്കുന്ന കൺഫർമേഷൻ, അതിലേക്ക് വരുന്ന സമയത്ത് എൻട്രി എടുക്കുന്ന എനിക്ക് എൻ്റെതായ കുറച്ച് റൂൾസും കാര്യങ്ങളുണ്ട്. അത് ബേസ് ചെയ്തിട്ടാണ് എടുക്കല്. ഒന്ന് ഞാൻ ജിൻസിനോട് പറയുന്നതാണ്. അത് ഞാൻ ഗ്രൂപ്പിൽ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു കാര്യമാണ് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ സെൽഫ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിനാണ് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു തന്നത്. ഡെറിനോട് ചോദിച്ചാൽ ഡെറി അത്യാവശ്യം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഡെറിന് ഇടുന്നുണ്ട്. അതിനിടയ്ക്ക് ഓരോരോ സ്ക്രീൻഷോട്ട് ഇടുന്നുണ്ട്. ഒന്നും പോരാ ആക്ച്വലി. ഡെറിൻ അത് വർക്ക് ചെയ്തിട്ട് നല്ലോണം വർക്ക് ചെയ്യണം അതിൽ പറയും. അപ്പോൾ ഇടുന്നുണ്ട്, അത് മതി ആക്ച്വലി. അത് വേറൊരു കൺഫർമേഷനാണ്. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന കൺഫർമേഷനാണ്. അന്ന് പക്ഷെ മിക്ക ആളുകൾക്കും അത് എന്താണ് ഒരു കിളി പോയിട്ടുണ്ടാവും, എനിക്കറിയാം. കാരണം എന്ന് വെച്ചാൽ വളരെ അഡ്വാൻസ്ഡ് ആയ സംഭവമാണ്. അത് മര്യാദയ്ക്ക് കേട്ട ആളുകൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. ജിൻസിന് എനിക്ക് തോന്നുന്നു ജിൻസ് കുറച്ചും കൂടി ബേസിക് ആയിട്ട് അഡ്വാൻസ് ഇതൊന്ന് നോക്കിയാൽ മതി. അഡ്വാൻസ് അല്ല, ഐ മീൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒന്ന് വരച്ചു നോക്കി. അതിൽ ഞാൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2-3 ടൈപ്പ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ? അതിന് ആ ക്ലാസ്സിന്റെ ആവശ്യമൊന്നുമില്ല. അതാരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഉണ്ടാവില്ല എന്ന് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ജിൻസ് വേറെ എന്താ പറയാള്? അത് നമുക്ക് എടുക്കാം. എന്തായാലും നാളെ ഞാൻ തരില്ല, ഞാൻ എടുത്തു തരാം. നാളെ എന്ന് വെച്ചാൽ സാറ്റർഡേ തരില്ല, ഞാൻ എടുത്തു തരാം. ജിൻസിനെ എടുത്തു തരാം. വേറെന്താ പറയാള്? വേറെ എന്തെങ്കിലും ഉണ്ടോ? സബ്ജക്റ്റ് പറയും. വേറെ എന്ത് സബ്ജക്റ്റ് വേണം? വേറെ എന്ത് സബ്ജക്റ്റ്? ഇത് വിഷമമൊന്നും വേണ്ട കേട്ടോ ജിൻസ്, ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. അതെന്ന് വെച്ചാൽ കാരണം അത് ഒരു അന്വേഷണം വരട്ടെ. ഇപ്പൊ ജിൻസൺ ചോദിച്ചില്ലേ, ജിൻസൺ ചോദിച്ച ചോദ്യം ഇവിടെ പലർക്കും ഇല്ല. ജിൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിക്ക ആളുകളും അത് അവിടെ വരുന്ന സമയത്ത് എന്താണ് ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ച് എടുക്കുക തന്നെയാണ്. ജിൻസൺ ചോദിച്ച ചോദ്യങ്ങളില്ല, എടുക്കുന്നുണ്ട്. അതിപ്പോ ജിൻസിന് ഉണ്ടായിരിക്കണല്ലോ ആ ഒരു ആറ്റിറ്റ്യൂഡ്. മുന്നുണ്ടല്ലോ, ജിൻസിന് ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴും ഉണ്ടാവും ചിലപ്പോ, ഇല്ലേ? ആണ്. അപ്പൊ അത് നമുക്ക് കുറച്ച് മാറി, പക്ഷെ എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വലി ട്രേഡ് എടുക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല സ്ട്രാറ്റജി ഞാൻ തരാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് സ്ട്രാറ്റജീസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്ട്രാറ്റജീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് 8 സ്ട്രാറ്റജീസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നല്ല സ്ട്രാറ്റജി ഞാൻ തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന നല്ല സ്ട്രാറ്റജി ഞാൻ തരാം. പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നു അതിൻ്റെ വിൻ റേറ്റ് എന്ന് പറയുന്നത് 80% മിനിമം ആണ് കേട്ടോ. 80% മിനിമം വിൻ റേറ്റ് ഉള്ള സ്ട്രാറ്റജി ഞാൻ തരാം. മിനിമമാണ് ഞാൻ പറഞ്ഞ 80%. ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി പറഞ്ഞാൽ അതിനും കൂടുതൽ കിട്ടും. അപ്പോൾ ഞാൻ പറയുന്ന 80% വിൻ റേറ്റ് എന്ന് പറയുന്നത് അത്രയും നല്ല സ്ട്രാറ്റജി ഞാൻ തരാം. പക്ഷെ അതറിയണമെങ്കിൽ ആദ്യം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നന്നായിട്ട് പഠിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം അതാണ് പറഞ്ഞത്, മാർക്കറ്റ് സ്ട്രക്ചറും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് നാളത്തെ ഐ മീൻ കഴിഞ്ഞ ശനിയാഴ്ചയിലെ വെള്ളിയാഴ്ച ഞാൻ ഇട്ടിട്ട് വരാൻ പറഞ്ഞത്. കാരണം അതിൽ QA സെക്ഷൻ ഉണ്ടാവുന്നു. ആക്ച്വലി QA സെക്ഷനാണ് ഉദ്ദേശിച്ചിരുന്നത്, പക്ഷെ പറഞ്ഞ് നമ്മൾ അഡ്വാൻസ് ലെവലിൽ പറഞ്ഞു എന്ന് പറഞ്ഞു. മനസ്സിലായോ ജിൻസ്? മനസ്സിലായോ? അപ്പോൾ അതിൽ കുറച്ചും കൂടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുക. കുറച്ചും കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കുറച്ചും കൂടി, കാരണം ജിൻസിനൊക്കെ ഏകദേശം അറിയാവുന്നതാണ്, കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്തതിന് ആ സ്ട്രാറ്റജി നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യും. അതിന് വേണ്ട ഒരു കാര്യമാണ്, ഇനി ഒറ്റ കാര്യമാണ് അതിന് വേണ്ടത്. ആ ഒരു സബ്ജക്റ്റാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് ആയിരിക്കാം. ഐ മീൻ ഇനിയിപ്പോൾ ഞാൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്കറ്റ് സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി വേണ്ട ഒരു കാര്യം കൂടി ഉണ്ടാവും. എങ്ങനെ സാർ ഒന്നുകൂടെ പറഞ്ഞേ? അല്ലാന്ന് നമ്മൾ ആ സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ പറഞ്ഞു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പറഞ്ഞു നമ്മൾ ഓൾറെഡി, ഇല്ലേ? സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്കറ്റ് സ്ട്രക്ചർ പറഞ്ഞു. ഇനി ഒരു സബ്ജക്റ്റും കൂടി ഉണ്ട്. ആ സബ്ജക്റ്റും കൂടി ക്ലിയർ ആയെങ്കിൽ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജി അല്ലെങ്കിൽ സെറ്റപ്പ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് എന്തായിരിക്കണം എന്ന് ഊഹിച്ചു നോക്ക് നിങ്ങൾ. ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ്
ആണോ? ട്രെൻഡ് ലൈൻ ആണ്. അപ്പോൾ ട്രെൻഡ് ലൈൻ തന്നെയാണ്. കാരണം സപ്പോർട്ട് റെസിസ്റ്റൻസ് പ്ലസ് മാർക്കറ്റ് സ്ട്രക്ചർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പ്ലസ് ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞത്. അതിന് ആ ഒരു ഇത് ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട്. അല്ലേ ജിയാസെ? അതിന്റെ വിന്നിംഗ് റേറ്റ് എന്തോരുണ്ടോ ജിയാസിനെ ചോദിച്ചാൽ അറിയാം. 80+ എന്തായാലും ഉണ്ട്. ജിയാസ് അത് ചെയ്യുന്നതാണ്. 80+ ഉണ്ട്. തിരിച്ചു വന്നു അല്ലേ? അത് മാത്രമല്ല, നമുക്ക് ഗോൾഡിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 40 വിപ്പ് 50 വിപ്പൊക്കെ കിട്ടും അല്ലെ? ഒരു 40 വിപ്പൊക്കെ കിട്ടും നമുക്ക്. 50 എന്ന് പറയാനില്ല, 40 വിപ്പൊക്കെ കിട്ടും. കാരണം ചെറിയ ടൈം ഫ്രെയിമിൽ കേട്ടോ, ചെറിയ ടൈം ഫ്രെയിമിൽ പറഞ്ഞത്. 1 മിനിറ്റിന്റെ കാര്യം 3 മിനിറ്റ്സിന്റെ കാര്യം പറഞ്ഞത്. ഒരു 40 വിപ്സ് ഒക്കെ കിട്ടുന്ന ഒരു ഇതാണ്, സ്ട്രാറ്റജിയാണത്. അത് പറയുന്ന പോലെ ചെയ്യണം. അപ്പൊ ഈ പുതിയ ആളുകൾ, വൈശാഖ് അതുപോലെ കുറച്ച് ആളുകളൊക്കെ തോന്നും നാളെ മുതൽ എനിക്കും കിട്ടല്ലോ, നാളെ മുതൽ ഞാനും പ്രോഫിറ്റബിൾ ആവുമല്ലോ, ഞാനും വലിയ ട്രേഡർ ആവുമല്ലോ എന്നൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ, ആദ്യം നിങ്ങൾ പോയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസാണ് കാണുന്നത്. വീഡിയോസ് ഡെഫിനറ്റ്ലി കാണണം. സ്ട്രാറ്റജീസിന്റെ പുറകിൽ പോകരുത്, സെറ്റപ്പിന്റെ പുറകിൽ പോകരുത്. ഇപ്പൊ തന്നെ ഞാൻ കണ്ടില്ലേ, ഓരോരുത്തർ ചോദിക്കുമ്പോൾ പോലും ഞാൻ ഡയറക്റ്റ് കൊടുക്കുന്നില്ല. ജിൻസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ട്രേഡ് എടുക്കുന്ന ഒരാളാണ്, നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക, ഒരു ദിവസം $500-600 ആവറേജ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ആളാണ്. ആൾക്ക് പോലും കൊടുക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് കഴിവുകേടല്ല ആളെ. ഐ മീൻ ആൾക്ക് കഴിവില്ലായ്മയല്ല അത്. ആക്ച്വലി എന്ന് വെച്ചാൽ ആൾക്ക് ഒരു മൈൻഡ് ഒന്ന് സെറ്റ് ആവാനുണ്ട്. നമ്മൾ പല കോണിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം ചില സ്ഥലങ്ങളിൽ കുറച്ച് കാര്യങ്ങളുണ്ട് കറക്റ്റ് ചെയ്യാനുണ്ട്. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കാതിരിക്കുന്നത്. അപ്പോൾ പുതിയ ആളുകളോടാണ് ഞാൻ പറയുന്നത്, കാണണം. എനിക്ക് നാളെ മുതൽ എനിക്കൊരു സ്ട്രാറ്റജി കിട്ടുമല്ലോ, ഞാനത് നല്ല പോലെ ആവുമല്ലോ, അല്ലെങ്കിൽ എനിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പുലിയാവുമല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാവും അവിടെ. 80% സക്സസ് റേറ്റ് ഒക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഞാൻ കിട്ടുമായി, എനിക്ക് നാളെ മുതൽ കാശ് വരാമെന്നൊക്കെ തോന്നും. പക്ഷെ ആയിട്ടില്ല. അതിന് മുന്നേ കുറേ കാര്യങ്ങൾ ചെയ്യണം. കുറേന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ സ്വപ്നം കാണണ്ട, യാഥാർത്ഥ്യത്തിലേക്ക് വരാവുന്നു കേട്ടോ. അപ്പോൾ ട്രെൻഡ് ലൈൻ നമുക്ക് സാറ്റർഡേ നമുക്ക് നോക്കാം. എല്ലാവരോടും കൂടി പറയുന്നത്.